ക്യാമ്പിംഗ് ഒരു ഇൻ്റർനാഷണൽ കോൺസെപ്റ്റാണ്. നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു കോൺസെപ്റ്റ്. നമ്മൾ ആയിരക്കണക്കിന് വർഷമായിട്ട് വീടൊക്കെ വെച്ച് അവിടെ നമുക്ക് റണ്ണിങ് വാട്ടർ ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് നമ്മൾ കാട്ടിൽ വന്ന് ഇങ്ങനെ പഴയ ആൾക്കാരെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവാറില്ല. പക്ഷേ ഈ അടുത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് US എന്നൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു അവരൊരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോയി ഭയങ്കര രസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇന്ന് വന്നേക്കാണ്. ഇത് ഇടുക്കിയിലാണ്. ഇവിടെ ഒരു വലിയൊരു കാടിൻ്റെ നടുക്കാണ്. എൻ്റെ കൂടെ Kia EV6 ഉണ്ട്. ഇതിനാണ് നമ്മൾ ഇന്ന് രാത്രി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ കാറിൽ തന്നെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ദിസ് ഈസ് കണ്ടന്റ് വിത്ത് കാർസ്. ഉള്ള കാർ കൊണ്ട് നമ്മൾ തൃപ്തരായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു 70 lakhs സ്വീറ്റ് റൂമാക്കി നമ്മൾ മാറ്റും. ഫ്രണ്ടിൽ സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ സ്ലീപ്പിംഗ് ഏരിയ ആണ്. ഇതൊരു ഫുള്ളി ലോഡഡ് കാറാണ്. ഫുള്ളി ലോഡ് എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലല്ല, ഫുൾ ലോഡാണ് ഡിക്കി മുഴുവൻ. ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. മൈക്രോവേവ് ഓവൻ ഉണ്ട്, കോഫി മേക്കർ ഉണ്ട്. ഇതൊക്കെ എന്താ യൂസ് എന്നുള്ളത് നമുക്ക് ഇതിലോട്ട് വരാം. അതിനു മുമ്പ് ഈ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ 4 മണിയായി. ഇവിടെ ഒന്നും ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. സ്വിഗ്ഗിയും സൊമാറ്റോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാം. ഞാൻ ആക്ച്വലി പോപ്കോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. പോപ്കോൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൈക്രോവേവിൽ വെച്ച് വെക്കാം. ഇതിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള മൂടി വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെറിക്കും. ടൈം ചെക്ക് ചെയ്യുന്നു. 2 മിനിറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്താവുമെന്ന് കണ്ടറിയാം. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. മൊമെന്റ് ഓഫ് ട്രൂത്ത്. നോട്ട് ബാഡ്. പോപ്കോൺ വിജയമായതിൻ്റെ പിന്നാലെ നൂഡിൽസ് ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ വെഹിക്കിൾ ടു ലോഡ്. അതായത് ബേസിക്കലി ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കറണ്ട് എടുക്കാൻ പറ്റും. ഉള്ളിലൊരു പ്ലഗ് പോയിന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ അത് യൂസ് ചെയ്തിരുന്നു. അത് കൂടാണ്ട് നമുക്ക് ഇങ്ങനൊരു അറ്റാച്ച്മെന്റ് വെച്ചിട്ട് അത് മേൽക്ക് പ്ലഗ് എല്ലാം കുത്താം. അപ്പോൾ കുറേ കൂടി ഹയർ വോൾട്ടേജിലുള്ള സാധനങ്ങൾ ഇത് ഉപയോഗിച്ച് വേറെ വണ്ടീനെ നമുക്ക് ചാർജ് ചെയ്യാം. വേണമെങ്കിൽ വീട്ടിലേക്ക് പവർ എടുക്കാം. സോ ഇത് നമ്മൾ ഈ വണ്ടി ഒരു വലിയൊരു പവർ ബാങ്ക് ആക്കി മാറ്റിയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ മൈക്രോവേവ് പവർ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഇത് റൺ ചെയ്യാം. നൂഡിൽസ് എന്തായെന്ന് കാണിക്കുന്നതിന് മുന്നേ മഴ പെയ്തതിനാൽ തിരിച്ച് വണ്ടിക്കകത്ത് കയറി. രാത്രി ഇനിയിപ്പം ചെയ്യാനൊന്നുമില്ല. ബാക്ക് സീറ്റ് തട്ടി ബെഡാക്കിയിട്ട് വാതിലൊക്കെ കുറ്റിയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കണേ. എനിക്ക് ബാക്കി വേറെ വല്ല ജന്തുക്കൾ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയില്ലാതില്ല. ഇവിടെ വെള്ളമായതുകൊണ്ട് വല്ല മുതലയോ
ആനയോ കരടീനെ മാത്രമേ എനിക്ക് പേടിയില്ലാത്തുള്ളൂ. കരടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മല്ലനും മാധവനും കഥയിലെ പോലെ മരിച്ച പോലെ അഭിനയിച്ചാൽ മതി. അപ്പോൾ കരടിയുടെ കുഴപ്പമില്ല, അങ്ങോട്ട് പൊക്കോളം എന്നാണ് പറയണത്. നമ്മുടെ ആക്ടിങ് സ്കിൽസ് പോലെ ഇരിക്കും കരടി നമ്മൾ വേണോ വേണ്ടയോ എന്ന് വെക്കുന്നത്. ഇതൊക്കെ ആരാണോ കണ്ടുപിടിക്കുന്നത്? എന്തായാലും കിടന്നുറങ്ങാനുള്ള പരിപാടികൾ നോക്കാം. ഇതിൻ്റെ ഈ ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രാത്രി നമുക്ക് AC ഇടുമ്പോൾ പെട്രോളിൻ്റെ ഫ്യൂംസിനെ പറ്റി പേടിക്കാനില്ല, പൊല്യൂഷനെ പറ്റി ആലോചിക്കാനില്ല. ഇതിലാകെ ഒരു കാര്യം ചെയ്യാനുള്ളത് ഒന്ന് ഡയഗണലി കിടക്കണം എന്നുള്ളതാണ്, ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് അത് എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരുവിധം കംഫർട്ടബിളാണ്, ഫ്ലാറ്റാണ്. അപ്പോൾ ഇനി ബൂട്ട് അടയ്ക്കാം, റിമോട്ടിൽ തന്നെ അടച്ചേക്കാം. ഗുഡ് നൈറ്റ്. രാവിലെ എണീറ്റ് അത്യാവശ്യം തണുപ്പുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഫുൾ മഴ പെയ്യുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ നേരം AC ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ ഒരു തരത്തിൽ ഉറക്കം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിൽ മറ്റേ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കളറൊക്കെ മാറ്റി ഉറക്കം പോയ സമയത്ത് അതൊക്കെ നോക്കിയിരുന്നു, പലതരം കളേഴ്സൊക്കെ ട്രൈ ചെയ്ത്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇനിയൊന്നും ചെയ്യാനില്ലൊരു ചായ ഉണ്ടാക്കണം, പല്ല് തേക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്. നേരത്തെ കോടയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത്രയും കാണുന്നില്ല. എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട ഈ ബൂട്ടിലിട്ട് നല്ലൊരു ടെൻറ്റ് പോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇങ്ങനെ അകത്തോട്ടൊന്നും വീഴണില്ല. അപ്പോൾ ഇത്രയും എന്നിട്ടും ആകെ ഈ എഡ്ജ് മാത്രമേ നനയണുള്ളൂ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും. അത് നല്ല ക്ലെവർ ഡിസൈനാണ്. നമ്മൾ ഈ വണ്ടി കുറച്ച് നേരമൊക്കെ കിട്ടുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെയാണ് നമ്മളിതൊന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാലത്തെ ചായ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് ഞാനിവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേബിള് ഇത്രയും വരെ നീങ്ങുള്ളൂ. വെള്ളം ഒഴിക്കാം. ഇനി ഇത് ഹീറ്റ് ചെയ്യാൻ വെച്ച് ഓക്കെ, ഇത് ചൂടായി വരുന്നുണ്ട്. തിളച്ചു എന്ന് തോന്നുന്നു. നമുക്കിത് ഒഴിക്കാം. നമ്മൾ ഈ ക്യാമ്പിങ്ങിലൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഉള്ള ചപ്പചവറും കാര്യങ്ങളൊക്കെ ഇടും. അത് കഴിവതും അവോയ്ഡ് ചെയ്യുക. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനത്തെ ചെറിയ നുക്സ് ആൻഡ് ക്രാനീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കോർണറിൽ കണ്ട, ഇപ്പോൾ ഇത് ഞാൻ ട്രാഷ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ട് സൗകര്യം പോലെ. ചായ കൂടി കഴിഞ്ഞു. ഇനി നമുക്കിവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നുള്ളതൊന്നും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള പണികൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 24 hours ആയി. നമുക്ക് തിരിച്ചു പോകാനുള്ള പണികൾ നോക്കാം. സോഫാർ കിയ റെസിഡൻസിയിലെ സ്റ്റേ അടിപൊളിയായിരുന്നു. രാത്രി നല്ല ഉറക്കമൊക്കെ കിട്ടി, നല്ല ആംബിയൻസ് ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെയൊക്കെ കുറേ ആയിട്ട് നമ്മൾ ഉദ്ദേശമൊന്നും കുറേ സാധനങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. പക്ഷേ ഐ തിങ്ക് അത് പിന്നൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെ വേറൊരു സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, വേറൊരു വണ്ടിയായിട്ട് മേ ബി. ഇലക്ട്രിക് കാർ കൊണ്ടുള്ള ക്യാമ്പിങ് ആക്ച്വലി ഞാൻ വിചാരിച്ചതിലും ഈസിയറാണ്. കാരണം നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷേ അപ്പുറത്ത് റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ ബാറ്ററി ആണെങ്കിൽ നമ്മളിപ്പോൾ ബാറ്ററി തീർന്നുണ്ടാവും. ഈ പറഞ്ഞ കുക്കിങ്ങും രാത്രി AC ഇട്ട് കിടക്കലും എല്ലാം കൂടി കുറച്ച് നല്ല ട്രെയിൻ വരും. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചെത്താനുള്ള ബാറ്ററി ഉണ്ട്. വേണമെങ്കിൽ പോണ വഴിക്ക് ഒന്ന് ചാർജ് ചെയ്യാം.
അതിലും വലിയൊരു ചലഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് കയറി പോകണമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇറക്കണുണ്ട്. അപ്പോൾ ഏതോ മോളിൽ കൂടെ മലയുടെ മുകളിലൊക്കെ പോകുന്ന ജീപ്പുകാർ കുറേ പേര് താഴേക്ക് വന്നിട്ട് പറഞ്ഞ് അവിടെ നിന്ന് എടുക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഇറക്കിയ പോലെ എളുപ്പമായിരിക്കില്ല. നേരത്തെ ഒരു പുല്ലുള്ളൊരു വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ അവിടെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും, അത് സ്ലിപ്പറി ആയിരിക്കും. അവർ പറഞ്ഞത് അത് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ വെറുതെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. ഇൻ കേസ് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വിളിക്കാട്ടാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര സന്തോഷമായിട്ടൊക്കെ പോയി. അവർക്കറിയില്ലല്ലോ ഇത് ഓൾ വീൽ ഡ്രൈവ് ആണെന്നുള്ളത്. ഐ എം ക്വയറ്റ്ലി കോൺഫിഡൻറ്റ് കയറും എന്നുള്ളതിൽ. ആകെയുള്ള സംശയം റോഡ് ടയേഴ്സാണ്, സ്ലിപ്പറി ഗ്രാസാണ്. ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത് നമുക്ക് ഇപ്പോൾ പരീക്ഷിച്ച് നോക്കാം. സോ ഞാനിവിടെ തന്നെ തിരിക്കുകയാണ്. ഇനിയാണ് ആ സ്ലോപ്പ് വരുന്നത്. നമ്മളിവിടുന്ന് പതുക്കെ സ്ലോപ്പിലോട്ട് എത്തുന്നു. ചെറിയ രീതിയിൽ സ്ലിപ്പാവുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിന് മീറ്റേഡായിട്ട് ടോർക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ തന്നെ വീല് സ്ലിപ്പാവാണ്ട് ആവശ്യത്തിനുള്ള ടോർക്ക് മാത്രം കൊടുക്കും. വലിയ കുഴപ്പമില്ല. ചെറിയൊരു സ്ലിപ്പ് ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, കയറുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള വേറെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ റോക്സ് വരുന്നുണ്ട്. സൈഡിൽ 2-3 കല്ലുണ്ട്. വീല് കർവ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട്. പക്ഷെ അവിടെ ഈ 360 ഡിഗ്രി ക്യാമറ അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ കുറേ കല്ലുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനോടൊക്കെ എത്ര ക്ലോസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വണ്ടി എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഡാമേജ് ഒന്നുമില്ല. ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് കയറി പോന്നു. കുറച്ചും കൂടി കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. ഇവിടെ നിന്ന് റോഡ് മഴ പെയ്താരണമാണെന്ന് തോന്നുന്നു. ഒത്തിരി ചെളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഫൈൻ. പോയിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ ഇലക്ട്രിക് കാറിലുള്ള ക്യാമ്പിംഗ് അത്യാവശ്യം നല്ലൊരു കോൺസെപ്റ്റ് ആണല്ലേ. നമുക്ക് വേറൊരു വണ്ടിയായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.